അതൊക്കെ അപ്പോഴത്തെ മാനസികാവസ്ഥയിലല്ലേ. എൻ്റെ സ്വപ്നം നിന്റെ അശ്രദ്ധ മൂലം പോയതുകൊണ്ട് പറഞ്ഞതല്ലേ. നീ ഇപ്പോൾ എന്നോട് ക്ഷമിക്കാം. അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. അവളുടെ എണ്ണയില്ലാത്ത മുടികൾ അവളുടെ മുഖത്തേക്ക് പാറിപ്പറന്നു. അവനത് ഒരു കൈ കൊണ്ട് മാടി വെച്ചു. അനു, ആ ഡിവോഴ്സ് പേപ്പർ എവിടെ? അതൊന്ന് താ എനിക്ക് എന്നവൻ പറഞ്ഞതും അവൾ കബോർഡിൽ നിന്നും അതെടുത്തു കൊടുത്തു. ഹരി അതെടുത്തു നോക്കിയതും അവൻ്റെ കണ്ണ് അവൻ ഒപ്പിട്ട ഭാഗത്തേക്ക് ചലിച്ചു. ആ ഒപ്പ് കാണുന്തോറും അവൻ്റെ ചോര തിളയ്ക്കാൻ തുടങ്ങി. ഒന്ന് വേഗം ഇറങ്ങാൻ നോക്കാരും. 9 മണിയായാൽ ഗേറ്റ് ക്ലോസ് ചെയ്യും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലേ. 2 മണിക്കൂർ മുമ്പേ കുളിക്കാൻ കയറിയ ആരതിയുടെ ഒരനക്കവും കാണാത്തത് കണ്ട് ആർജവ് അവളോട് പറഞ്ഞു. നിൽക്ക് മനുഷ്യ, ഇതിപ്പോൾ കഴിയും. നിങ്ങളപ്പോഴേക്കും ആ തിങ്സൊക്കെ ട്രോളിയിലേക്ക് വെക്ക്. ബെഡിലിരിക്കുന്ന തിങ്സ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരതി പറഞ്ഞു. ഓ, ഇതെന്താ ഇങ്ങനെ? 2 മണിക്കൂറായി തുടങ്ങിയിട്ട്. ഇതെല്ലാം കഴിഞ്ഞിന്ന് പോവലുണ്ടാവില്ല. ആർജവ് എല്ലാം പാക്ക് ചെയ്ത് ആരതിയുടെ കയ്യിൽ പിടിച്ച് റൂമിൻ്റെ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും ആരതി അവനെ പിടിച്ചു വെച്ചു. ഏട്ടാ, ഞാൻ ഈ ഫൗണ്ടേഷൻ ഒന്ന് ഇട്ടോട്ടെ. ആരതി ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞതും ആർജവ് അവളെ ഒന്ന് തുറച്ചു നോക്കി. അത് കണ്ടതും ആരതി എന്നാ വേണ്ടല്ലേ എന്ന് പറഞ്ഞ് നല്ല കുട്ടിയായി അവൻ്റെ കൂടെ താഴേക്ക് ചെന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി 3 ലക്ഷ്യമാക്കി ഡ്രൈവ് ചെയ്തു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇടുക്കി ജില്ലയുടെ ബോർഡർ കടന്നതും തണുപ്പ് കാരണം ആരതി സ്വെറ്റർ എടുത്തിട്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ബുക്ക് ചെയ്ത ഹോട്ടലിൽ റൂമെടുത്ത് റിസപ്ഷനിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് കീയും വാങ്ങി റൂമിലേക്ക് ചെന്നു. 2 പേരും റൂം മുഴുവനും കണ്ണോടിച്ചു. ഏട്ടാ, നമ്മളിവിടെ ഹണിമൂണ് തന്നെയല്ലേ വന്നത്? എന്നിട്ടെന്താ ഈ റൂം റോസാപ്പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിക്കാത്തത്? കുട്ടി ഏതോ ഒരു സീരിയൽ കണ്ട് അതിൻ്റെ ഹാങ് ഓവറിൽ ചോദിച്ചതാണെന്ന് മനസ്സിലായതും ആർജവ് പുഞ്ചിരിച്ചു. കുറച്ചപ്പുറത്തായി ഇൻ്റർലോക്ക് ചെയ്ത പാതയും അവ അവസാനിക്കുന്നിടത്ത് ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അവ നോക്കിക്കൊണ്ടിരിക്കെ വയറിൽ ആരതിയുടെ കൈ മുറുകിയതും തല സൈഡിലേക്ക് ചേച്ച് അവൻ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. അവളെ തനിക്ക് മുന്നിലായി നിർത്തി 2 കൈ കൊണ്ടും കോരിയെടുത്തു. ആരതി അവൻ്റെ തോളിലൂടെ കൈയിട്ട് അവനോട് നെഞ്ചിലേക്ക് ഒട്ടിക്കിടന്നു. 2 പേരും കാറ്റു മുഖത്തേക്ക് വരുന്നത് നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ആർജവ് ആരതിയെ നോക്കിയപ്പോൾ തണുപ്പ് കാരണം അവൾ ചുണ്ട് കൂട്ടിപ്പിടിച്ചു. അവനോട് ഒട്ടിക്കിടക്കുന്നത് കണ്ടതും അവളെ ബെഡിൽ കിടത്തി പുതപ്പ് പൊതിച്ചു കൊടുത്ത് അവൻ ബാത്റൂമിലേക്ക് പോയി. ഫ്രഷായി വന്നതും ഉറങ്ങുന്ന ആരതിയെ ഒന്ന് നോക്കി വിൻഡോ അടച്ച് കർട്ടൻ നേരെയിട്ട് അവൾക്കടുത്തായി ഇരുന്നു. പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അവളുടെ മുഖത്തേക്ക് വീണു കിടക്കുന്ന മുടിയിഴകളെ ചെവിക്കു പിറകിലേക്ക് വകഞ്ഞു മാറ്റി. ഉറങ്ങുമ്പോൾ പോലും അവളുടെ അധരങ്ങളിൽ വിരിയുന്ന പുഞ്ചിരി അവന് അത്ഭുതമായി തോന്നി. അവളെ തൻ്റെ നെഞ്ചിലേക്ക് കടത്തി. രാവിലെ എഴുന്നേറ്റ ആരതി കാണുന്നത് ആർദ്രവിൻ്റെ നെഞ്ചിൽ കിടക്കുന്ന താനും അവൻ്റെ കൈകൾ തന്നെ ചുറ്റിപ്പിടിച്ചതുമാണ്. അവൾ ആ കൈകളെ എടുത്തു മാറ്റി അവൻ്റെ നെറ്റിയിൽ ചുണ്ടമർത്തി. എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അതേ വേഗത്തിൽ തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് അവൾ വീണു. ആർദ്രമാവും ഇതിന് പിന്നിലെന്ന് വിചാരിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ആരതി പകച്ചുപോയി. ചെക്കൻ ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്. ഇനി ഉറക്കത്തിൽ വല്ലതും ആണോ വലിച്ചതെന്നറിയാൻ വേണ്ടി അവൻ്റെ കൈകൾ നോക്കിയതും അതവൾ വെച്ച പോലെ തന്നെയുണ്ട്. അവൾ വീണ്ടും എഴുന്നേൽക്കാൻ നോക്കിയതും വീണ്ടും വീണു. അവൾ തന്നെ ഒന്നാകെ നോക്കിയതും ആ നഗ്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു. അവളുടെ ബാത്ത് ഗൗണിൻ്റെ വള്ളി ആർദ്രവിൻ്റെ അടിയിലാണെന്ന്. ആർദ്രവ് എഴുന്നേറ്റാൽ അത് പ്രശ്നമാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവനറിയാതെ ഗൗണിൻ്റെ വള്ളിയെടുത്ത് കെട്ടിക്കൊണ്ട് ബാത്റൂമിലേക്ക് പോകാൻ നിന്നതും ആർദ്രവ് അവളെ വലിച്ച് അവൻ്റെ മേലേക്കിട്ടു. അവൾ അവനിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം അതിനു മുൻപേ അവൻ എട്ടാക്കി മടക്കി കയ്യിൽ കൊടുത്തു. ദൈവമേ, എനിക്ക് ഇങ്ങേരുടെ കയ്യിൽ നിന്ന് രക്ഷയില്ലേ, ഒരു വഴി പറഞ്ഞു തരണേ എന്ന് മുകളിലേക്ക് നോക്കി പറഞ്ഞതും അവളുടെ തലയ്ക്ക് മുകളിൽ ബൾബ് മിന്നി. അവൾ ചുണ്ടു ചുളുക്കിക്കൊണ്ട് ആർദ്രവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളെ നോക്കിക്കിടക്കുന്നത് കണ്ട് അവൾക്ക് നോക്കേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നി. അവൻ അവളെയും കൊണ്ട് മറിഞ്ഞു. ഇപ്പോൾ അവൾ താഴെയും അവൻ അവൾക്ക് മുകളിലുമാണ്. ഏട്ടാ വേണ്ട, എനിക്കിത് കുളിക്കണം എന്നവൾ പറഞ്ഞതും ആർദ്രവ് അവളെ തുറിപ്പിച്ചു നോക്കിയതും അവൾ നല്ല കുട്ടിയായി. അവൻ അവളുടെ അധരങ്ങളെ അവൻ്റേത് മാത്രമാക്കി അവയെ നുണഞ്ഞു. ദീർഘചുംബനത്തിന് ശേഷം അവൻ അവളിൽ നിന്നും അകന്നു. ചെറിയൊരു കിതപ്പോടെ അവൻ അവൻ്റെ അധരം അവളുടെ കഴുത്തിലേക്ക് പൂഴ്ത്തി. അവൻ്റെ ദന്തം അവിടെ കുസൃതി കാട്ടി. കുളി കഴിഞ്ഞു വന്ന ആരതി റൂമിലൊന്നും ആർദ്രവിനെ കാണാത്തതുകൊണ്ട് റൂം ഡോർ ക്ലോസ് ചെയ്ത് അവിടെ ഒന്നാകെ അവനെ തിരഞ്ഞു നടന്നു. പൂൾ സൈഡിലേക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ ആരിലോ തട്ടി ഇടിച്ചതും അവൾ അവരെ ചീത്ത പറയാനായി മുഖത്തേക്ക് നോക്കിയതും അവൾ പകച്ചു പണ്ടാരമടങ്ങി. മാനസി, നീ എന്താടി ഇവിടെ? ആരതി അവളെ ഒന്നാകെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് മുഖത്തേക്ക് നോക്കി.
ഹണിമൂണിന് വന്നത്? നീ എന്തിനാ വന്നത്? ഹണിമൂണിന്? ബേബിയും കൊണ്ടാണോ നീ ഹണിമൂണിന് വരുന്നേ? ആരതി അവളെ കളിയാക്കി ചോദിച്ചു. അതെന്താ, ബേബി അയാൾക്ക് ഹണിമൂണിന് വരാൻ പാടില്ല എന്നൊക്കെ ഉണ്ടോ? നിന്റെ പോലെ ന്യൂലി മാരിഡ് കപ്പിളിന് മാത്രമേ വരാൻ പാടുള്ളൂ. ഒരു പ്രത്യേക തരം ടൂണിൽ പറഞ്ഞു അവൾ. അങ്ങനൊന്നുമില്ല, എന്നിട്ട് നിന്റെ കെട്ടിയവനും ബേബിയും എവിടെ? ഇവിടെയുണ്ട് മോളെ, എനിക്ക് കുറച്ച് തിരക്കുണ്ടേ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് മനസ്സിൽ പോയി. ആരതി പൂൾ സൈഡിലേക്ക് നടന്നു. അവിടെ എത്തിയതും അവൾ ചുറ്റിനും നോക്കി. പൂളിൻ്റെ ചുറ്റും വേലി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് പലതരത്തിലും നിറത്തിലുമുള്ള പൂക്കളെ കൊണ്ടുള്ള ഗാർഡനും. ആകെ മൊത്തം അവിടെ ഇരിക്കുന്നവർക്ക് പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നി. അവയൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ആർദ്രവിൻ്റെ കൈ വയറിലൂടെ തഴുകിയതും ആരതി ചിണുങ്ങിക്കൊണ്ട് അവൻ അഭിമുഖമായി നിന്നു. അവൻ അവളെ തന്നോട് ചേർത്ത് നിർത്തി. അവൻ്റെ മുടിയിഴകളിൽ നിന്നും വെള്ളം അവളുടെ മുഖത്തേക്ക് ഇറ്റി വീഴാൻ തുടങ്ങി. ആ വെള്ളത്തിൻ്റെ തണുപ്പിൽ അവളുടെ മുഖത്ത് പല ഭാവങ്ങളും മിന്നിമറഞ്ഞു. അതെല്ലാം ആർദ്രവ് അവൻ്റെ ചുണ്ടാലെ ഒപ്പിയെടുത്തു. പതിയെ അവൻ്റെ അവളുടെ അതിരങ്ങളിലേക്ക് നീങ്ങുന്നത് അവൾ അറിഞ്ഞതും അവൻ്റെ ചുണ്ടിൽ അവൾ ചുണ്ടുവിരലാൽ മറ സൃഷ്ടിച്ചു. ഇതേ നമ്മുടെ ബെഡ്റൂമല്ല, പബ്ലിക് പ്ലേസ് ആണ്. സോ എൻ്റെ മോൻ കുറച്ച് അകലം പാലിക്കുന്നതാവും നല്ലത് എന്നവൾ കള്ളച്ചിരിയാലെ പറഞ്ഞതും അവൻ അതേ കള്ളച്ചിരിയോടെ അവളെ എടുത്തുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോയി. അനുസരണയുള്ള കുഞ്ഞിനെ പോലെ അവൾ അവൻ്റെ നെഞ്ചിൽ ഒതുങ്ങി. അവളെ ബെഡിൽ കിടത്തിയിട്ട് അവൻ അവൾക്ക് മുകളിൽ കിടന്നു. അവളുടെ കണ്ണുകൾ അവളിലേക്ക് അടുപ്പിക്കുന്നത് പോലെ ഫീൽ ചെയ്തതും അവനൊരു പുഞ്ചിരിയോടെ അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി. അവയെ ആർക്കും വിട്ടുകൊടുക്കാതെ തൻ്റേത് മാത്രമാക്കി. അവളിൽ നിന്നും അകന്നു മാറി ബെഡിൽ കിടന്ന് അവളുടെ മുഖത്തേക്ക് പ്രതീക്ഷിച്ചു. ആരതിയുടെ ചുണ്ട് ചുളുക്കി പിടിച്ച മുഖം കണ്ട് ആർജവ് പൊട്ടിച്ചിരിച്ചു. എന്താടാ കുരങ്ങ ചിരിക്കുന്നേ? അവൻ്റെ മുടി പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ ചോദിച്ചതും അവൻ ചിരി കടിച്ചു പിടിച്ചു. അവളെ നോക്കി വെളുക്കണെ ചിരിച്ചു. മര്യാദയ്ക്ക് എഴുതി കുളിക്ക് പോത്തെ, എനിക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അടിയന് ഓഫീസിൽ തിരക്കുണ്ട്. ഈ സമയം കൊണ്ട് ആർജവ് ഡ്രസ്സ് മാറി റെഡിയായി ആരതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അവനെ അധികം വിഷമിപ്പിക്കാതെ അവളെ പെട്ടെന്ന് റെഡിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഹോട്ടൽ ചെക്കൗട്ട് ചെയ്തു. കാറിൽ മൂന്നാറിലെ ഫസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസായ ഇരവികുളം ദേശീയോദ്യാനത്തിലേക്ക് ഡ്രൈവ് ചെയ്തു. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയും 100-ൽ പരം വരയാടുകൾ കൂട്ടമായി താമസിക്കുകയും ചെയ്യുന്ന ഈ സ്ഥലം പോസിറ്റീവ് വൈബ് നൽകുന്നത് കൊണ്ട് തന്നെ അവർ കുറച്ചു നേരം അവിടെ നിന്നു. ഫോട്ടോ എടുക്കലും ബാക്കിയുള്ള സ്ഥലങ്ങളും കണ്ട് ടീ മ്യൂസിയത്തിലേക്ക് എത്താൻ 2 കിലോമീറ്റർ ബാക്കിയിരിക്കെ അവരവിടുത്തെ കോട്ടേജിൽ റൂം എടുത്തു. കോടയിറങ്ങിയത് കൊണ്ട് തന്നെ 2 പേർക്കും നന്നായി തണുക്കുന്നതുകൊണ്ട് റൂമിൻ്റെ കീയും വാങ്ങി ആരതിയുടെ ആഗ്രഹപ്രകാരം ട്രീ ഹൗസിലേക്ക് നടന്നു. അവിടെയുള്ള ഓരോ കാഴ്ചയും ആരതി ആസ്വദിച്ചു. റൂമിൻ്റെ ഡോർ ആർജവ് തുറന്നതും ആരതിയുടെ കണ്ണ് തള്ളി പുറത്തേക്ക് വരുമെന്ന് വരെ അവൾക്ക് തോന്നിപ്പോയി. അതേ ആകാംക്ഷയിൽ അവൾ റൂമിലേക്ക് പോയി. ഓരോ ഭാഗവും നോക്കി. സിംഗിൾ ക്വീൻ സൈസ് ബെഡ് നടുവിലും അതിൽ റോസാപ്പൂക്കളെ കൊണ്ട് ഡിം ലൈറ്റും ക്യാൻഡീൻസും മുല്ലപ്പൂവുകളെ കൊണ്ട് റൂമും അലങ്കരിച്ചിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് ഇങ്ങനെയൊക്കെ അലങ്കരിച്ചത്? അതോ, ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴേ ഇവരിതൊക്കെ അലങ്കരിച്ചു. അവൻ അവളെ ചുറ്റിപ്പിടിച്ചു. അവളുടെ കഴുത്തിൽ ഉമ്മ വെച്ചു. അവളൊന്ന് ഉയർന്നു പൊങ്ങി. മുന്നിലേക്ക് വീണ് കിടക്കുന്ന മുടി ഒരു സൈഡിലേക്ക് അവൻ വകഞ്ഞു മാറ്റി. അവളുടെ ചെവിക്കരികിൽ ചുണ്ടു ചേർത്തു. ഇനിയും ഞാൻ കാത്തിരുന്ന് മുഷിയണോ? എടുത്തോട്ടെ നിന്നെ മുഴുവനായിട്ടും എന്നവൻ പറഞ്ഞതും ചെറുനാണത്തോടെ അവൻ്റെ കയ്യിൽ അവളൊന്ന് ഉള്ളി. ഇത് സമ്മതമായി എടുത്ത അവൻ അവളെയും കൊണ്ട് ബെഡിൽ പോയി. അവളുടെ മുകളിലായി അവനും കിടന്നു. പൂമ്പൊടിയിൽ നിന്നും ഇതളുകൾ അടർത്തിയെടുക്കുന്ന പോലെ അവളിൽ നിന്നും അവൾക്കും വളരെയായിട്ടുള്ളതെല്ലാം അവനെടുത്തു. 21 വർഷം ആർക്കു മുന്നിലും കാഴ്ചവെക്കപ്പെടാതെ അവൾ സൂക്ഷിച്ചതെല്ലാം അവന് മുന്നിൽ കാഴ്ചവെക്കപ്പെട്ടു. രാത്രിയുടെ യാമങ്ങളിൽ അവർ ഒന്നായപ്പോൾ അതിനൊന്നു ചേർന്നതുപോലെ മഴയും അതിൻ്റെ പ്രണയിനിയായ ഭൂമിയെ ചുംബിച്ചു വരവേറ്റി. സിറ്റിയിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഗോഡൗൺ. മുന്നിലിരിക്കുന്ന ചെയറിൽ കെട്ടിയിട്ട ആളുടെ മുഖത്തു നിന്നും മാസ്ക് മാറ്റിയതും ഹരിയുടെയും അനുവിൻ്റെയും ചുണ്ടിൽ പുച്ഛച്ചിരി വിരിഞ്ഞു. നിനക്ക് എങ്ങനെ മനസ്സ് വന്ന ഇത് ചെയ്യാൻ? നിന്നോട് അതിനു മാത്രം എന്താടി ഞാനും ഇവളും ചെയ്തത്? ഹരി മുന്നിലിരിക്കുന്ന ഷേർലിയെ പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു. നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു എൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ? നിങ്ങൾ കാരണമല്ലേ എനിക്ക് എൻ്റെ ആർദ്രവേട്ടനെ നഷ്ടപ്പെട്ടത്. ഞാൻ 1000 വട്ടം പറഞ്ഞതല്ലേ എനിക്ക് ആർദ്രവിനെ ഇഷ്ടമാണെന്ന്. നിങ്ങൾ ആരെങ്കിലും അതൊന്ന് കേട്ടോ? ഇപ്പോൾ സ്വന്തം ജീവിതം പോകുന്നു വന്നപ്പോൾ നിങ്ങൾക്കൊന്നുമില്ല അല്ലേ? അവളിൽ നിറഞ്ഞു നിന്നത് മുഴുവനും അവരോടുള്ള വെറുപ്പും ദേഷ്യവും മാത്രമായിരുന്നു. ഷേർലി, അതിന് നീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിന്നോട് ഞങ്ങൾ പറഞ്ഞതല്ലേ അവനെ നിനക്ക് വിധിച്ചിട്ടില്ലെന്ന്.
പിന്നെ അവനെ ഓർത്ത് കഴിഞ്ഞത് നീ തന്നെയല്ലേ? അവൾ പറയുന്നത് കേട്ട് സഹിക്കാൻ കഴിയാതെ അനു പൊട്ടിത്തെറിച്ചു. എന്തുകൊണ്ട്? നിങ്ങൾ സംസാരിച്ചിരുന്നെങ്കിൽ ആർദ്രവേട്ടനും ആരതിയും തമ്മിലുള്ള കല്യാണം നടക്കില്ലായിരുന്നു. നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? അതൊന്നും ചെയ്യാതെ ഇപ്പം എന്നോട് പറഞ്ഞിട്ട്? അനു പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോഴേ ആ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ നോക്കിയതാ. ബട്ട് അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ ആ ശ്രമം ഞാൻ ഉപേക്ഷിച്ചു. അവളത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹരിയുടെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു. എങ്ങനെ ധൈര്യം വന്നിട്ട് നിനക്കിത് ഞങ്ങളോട് തന്നെ പറയാൻ? നീ അവനെ മനസ്സിലിട്ട് നടക്കാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ നിന്നോട് പറഞ്ഞതാ അവനെ വിട്ടേക്കെന്ന്. അവന് നിന്നെ പെങ്ങളായിട്ടേ കണ്ടിട്ടുള്ളൂ എന്ന്. അപ്പോൾ നിനക്ക് വാശി. ഇനി എൻ്റെ പെങ്ങൾക്ക് കുറച്ചു കാലം ജയിലിൽ കിടക്കാം. ഹരി പറഞ്ഞു നിർത്തിയതും അവിടേക്ക് സൈറനിട്ട പോലീസ് ജീപ്പ് വന്നു നിന്നു. അതിൽ നിന്നും ഇറങ്ങിയ ലേഡി കോൺസ്റ്റബിൾ ഷേർലിയുടെ കയ്യിൽ വിലങ്ങ് വെച്ചു. ആശിഫ മാഡം വിളിച്ചു പറഞ്ഞിരുന്നു, പിന്നെ കുറച്ചു കാലം അവൾ ജയിലിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് SI അവിടെ നിന്ന് പോയി. പോകുന്നതിൻ്റെ ഇടയിൽ ഷേർലി തിരിഞ്ഞു നോക്കി, പകയോടെയും വെറുപ്പോടെയും. നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി ഹരിയേട്ടാ ഇതൊക്കെ ചെയ്തത് ഷേർലിയാണെന്ന്? ഡ്രൈവ് ചെയ്തിരുന്ന ഹരിയെ നോക്കി അനു ചോദിച്ചു. നിനക്കയച്ച ഡിവോഴ്സ് പേപ്പറിലെ എൻ്റെ ഒപ്പ് ഞാൻ ഇടുന്ന പോലെ ഇടാൻ കഴിയുന്ന ഒരാളെ ഈ ഭൂമിയിലുള്ളൂ, ഷേർലി. അവൾക്ക് മാത്രമേ ഇതിന് കഴിയൂ. എന്നാലും അവൾക്ക് എങ്ങനെ ഇതിന് കഴിഞ്ഞു? അവൾ പറഞ്ഞത് നീയും കേട്ടതല്ലേ, ആദ്യം നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയെന്ന്. ഹരിയുടെ ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു ഷേർലിയോടുള്ള അവൻ്റെ വെറുപ്പ്. പ്രണയം അതാണ് ഏട്ടാ ഏതൊരാളെയും വിഷമുള്ളതാക്കുന്നത്. അത് കിട്ടാൻ വേണ്ടി ഏതൊരാളും ഏതൊരറ്റം വരെയും പോകും. അവൾ പറയുന്നതിന് അവനും ശരിവെച്ചു. 1 വർഷത്തിന് ശേഷം. എന്ത് കഷ്ടമാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞതാ സാരി വേണ്ടെന്ന്. കെട്ടിയൊരുങ്ങി ഞാൻ എൻ്റെ ഏട്ടന്മാരുടെ കല്യാണത്തിന് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്ലീറ്റ് എടുത്തിട്ടും ശരിയാവാതെ ആരതി ആർദ്രവനെ നോക്കി പെറുപെടുത്തു. ഇടി പെണ്ണുങ്ങൾ എടുക്കുന്ന പോലെ സാരി ഉടുക്കടി, അല്ലാതെ ഒരുമാതിരി. ആർദ്രവ് അവളെ പുച്ഛിച്ചു വിട്ടു. പിന്നെ ഇനി എങ്ങനെയാണാവോ പെണ്ണുങ്ങൾ സാരി ഉടുക്കുന്നത്? അവളും അവനെ പുച്ഛിച്ചു. ഇതൊന്ന് എടുത്തു ആർദ്രവേട്ട പ്ലീസ്, എനിക്ക് വയ്യ. ആരതി അവനെ നോക്കി ചുണ്ടു ചുളുക്കി. ബെഡിലിരുന്നതും ആർദ്രവ് അവളെ മനസ്സിൽ പ്രാഗിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. എടി എഴുന്നേക്കടി എന്നവൻ പറഞ്ഞതും അവൾ എഴുന്നേറ്റ് നിന്നതും അവൻ പ്ലേറ്റ് ശരിയാക്കി കൊടുത്തു. അപ്പോൾ മോനെ അനുസരിക്കാനൊക്കെ അറിയാമല്ലേ എന്ന് പറഞ്ഞ് അവൾ അവനെ പല്ലിളിച്ച് കാണിച്ചു. ഒരു കുട്ടിപ്പിശേ, ഞാൻ നരഞ്ഞു പെരുമാറിയെന്നേ നീ ഇപ്പോൾ വയറും വെച്ച് നടന്നേനെ. പിന്നെ ചെറിയ കുഞ്ഞല്ലേ, പാവമല്ലേ, പഠിക്കുകയല്ലേ എന്ന് കരുതി വെറുതെ വിട്ടതാ. നിൻ്റെ ഈ സ്വഭാവമാണ് ഇനിയെങ്കിൽ പൊന്നും മോളെ ഞാൻ കളരിയെടുക്കും. അവനതും പറഞ്ഞ് അവളുടെ ചുണ്ടുകൾ വലിച്ചെടുത്തു നുണഞ്ഞു. കീഴ്ചുണ്ടും മേൽചുണ്ടും കടിച്ചെടുത്തു. അവളിൽ നിന്നും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതും അവൻ അവളിൽ നിന്നും വിട്ടുനിന്നു. അവൾ അവനെ തുറച്ചു നോക്കിക്കൊണ്ട് സാരി ശരിയാക്കി ലേറ്റായി മേക്കപ്പ് ഇട്ട് ആർദ്രവയെ നോക്കി പുച്ഛിച്ച് താഴേക്ക് പോയി. 2 ഏട്ടന്മാരുടെ നടുക്ക് കയറിയെന്ന് അവരുടെ കൂടെ നിന്ന് സെൽഫിയും ഫോട്ടോസും ഒക്കെ എടുത്തു. മുഹൂർത്തത്തിനുള്ള ടൈമായില്ലേ, ഓഡിറ്റോറിയത്തിലേക്ക് പോവാം. വീട്ടിലെ മൂത്ത കാരണവർ പറഞ്ഞതും എല്ലാവരും ഓരോരോ കാറിൽ കയറി ഓഡിറ്റോറിയം ലക്ഷ്യം വെച്ച് ഡ്രൈവ് ചെയ്തു. പോകുന്ന വഴിയിൽ ആർദ്രവിൻ്റെ നോട്ടം ആരതിയെ ചെന്ന് പോയെങ്കിലും അവൾ അവനെ നോക്കാനേ പോയില്ല. ഇടയ്ക്ക് അവളുടെ നോട്ടം അവനിൽ ചെന്ന് നിന്നതും അവനൊന്ന് കണ്ണിറുക്കി. അത് കണ്ടതും അവൾ അവനെ പുച്ഛിച്ചു. പുറത്തെ ഓഡിറ്റോറിയം എത്തിയതും ആരതി കാറിൽ നിന്നും ചാടിയിറങ്ങി സ്പീഡിൽ പോയതും ആർദ്രവ് അവൾ പോയ വഴിയെ നോക്കി. അവൻ്റെ ചുടിയിൽ പുഞ്ചിരി വിടുന്നതും അത് കളയാതെ അവനും അവൾക്ക് പിറകെ പോയി. മുഹൂർത്തമായതും 2 പേരും അവരുടെ ഭാര്യമാർക്ക് താലിയിട്ടു. ഫുഡ് കഴിക്കാൻ ആർദ്രവിനെ പോലും നോക്കാതെ പോയതും ആർദ്രവ് ഇനി എന്നാണാവോ ഇവളൊക്കെ നന്നാവുക എന്ന് മനസ്സിൽ ആത്മഗതം പറഞ്ഞുകൊണ്ട് അവൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് പോയിരുന്നു. എന്താ തടി, ഞാൻ നിൻ്റെ കെട്ടിയവനല്ലേ, സ്നേഹമെങ്കിലും വേണമല്ലോ. നിങ്ങൾ എൻ്റെ ചുണ്ട് പൊട്ടിച്ചില്ലേ, പിന്നെ ഞാൻ എന്താ മിണ്ടുന്നത്? അവൾ ചുണ്ട് ചുളുക്കി പറഞ്ഞതും ആർദ്രവ് അയ്യോ പാവം എക്സ്പ്രഷൻ ഇട്ട് അവളെ നോക്കി. അവൻ്റെ എക്സ്പ്രഷൻ കണ്ടതും ആരതി പൊട്ടിച്ചിരിച്ചു. ഇപ്പം അതിൻ്റെ പ്രശ്നം സോൾവ് ആയില്ലേ എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചതും അവനും അതിൻ്റെ കൂടെ കൂടി. കല്യാണം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് ചെന്നതും ആരതിക്ക് വോമിറ്റ് ചെയ്യാൻ വന്നതും അവൾ വാഷ് ബേസിനരികിലേക്ക് ഓടി. രമ്യയും അവളുടെ അടുത്ത് പോയി പുറമൊഴിഞ്ഞു കൊടുത്തു. എന്തു പറ്റിയടി, വയ്യേ? അറിയില്ലമ്മേ, രാവിലെ തൊട്ട് തുടങ്ങിയതാ തലകറക്കവും വോമിറ്റിങ്ങും, നല്ല ക്ഷീണവും തോന്നുന്നുണ്ട്. ഇത് കേട്ടതും രമ്യയ്ക്ക് ഏകദേശം കാര്യം പിടികിട്ടി. അത് ഉറപ്പിക്കാൻ വേണ്ടി രമ്യ അവളുടെ ചെവിയിൽ ചോദിച്ചു, എൻ്റെ പീരീഡ്സ് തെറ്റിയോ? 10 ദിവസം കഴിഞ്ഞു എന്നവൾ പറഞ്ഞതും രമ്യയ്ക്ക് ചിരി വന്നു. എന്താ രമ്യേ നിങ്ങൾ 2 പേരും മന്ത്രിക്കുന്നത്, എന്താ കാര്യം? പ്രസാദ് അവരെ കണ്ട് ചോദിച്ചു. രമ്യ ആർദ്രവിനെ നോക്കി ചിരിച്ചതും അവൻ കാര്യമറിയാതെ അവരെ ഉറ്റുനോക്കി. നമ്മൾ 2 പേരും അമ്മുമ്മ എപ്പോഴും ആവാൻ പോവാം രമ്യ പറഞ്ഞതും ആരതിയുടെ കൈ അവളുടെ വയറിൽ തഴുകി.
അവൾ ആർജവിനെ നോക്കിയതും അവനാണോ എന്ന് ചോദിച്ച് കണ്ണിറുക്കിയതും ആരതി തല താഴ്ത്തി. പിന്നെ അങ്ങോട്ട് രണ്ട് വീട്ടിലും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിനങ്ങളായിരുന്നു. ആരതിയെ രണ്ടമ്മമാരും കൂടി സ്നേഹിച്ച് വീർപ്പ് മുട്ടിച്ചു. 7-ാം മാസമായതും ഇഷ്ടമില്ലാഞ്ഞിട്ടുകൂടി ആർജവും ആരതിയെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ സമ്മതിച്ചു. ആർജവിൻ്റെയും ആരതിയുടെയും തങ്ങളുടെ ജൂനിയറിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അങ്ങനെ അവസാനിച്ചു. സിസേറിയൻ വേണമെന്ന് പറഞ്ഞെങ്കിലും ആരതിയുടെ ആത്മവിശ്വാസത്തോടെ കാത്തിരുന്നതും നോർമൽ ഡെലിവറിയുടെ അവൾക്കൊരു പെൺകുഞ്ഞ് പിറന്നു. ആ നിമിഷം ഒരിറ്റു കണ്ണുനീർ ആർജവിൽ നിന്നും പൊടിഞ്ഞു. തൻ്റെ കുഞ്ഞിനെ തനിക്ക് സമ്മാനിച്ചവളുടെ മുന്നിൽ ബഹുമാനത്തോടെയും ആദരവോടെയും അവൻ ആ കുഞ്ഞിന് ഗോഡ്സ് ഗിഫ്റ്റ് എന്നർത്ഥമുള്ള ആൻഷി എന്ന പേരിട്ടു. 5 വർഷത്തിന് ശേഷം. എന്തു പറ്റി മമ്മയുടെ ആൻഷിമോൾക്ക് എന്തിനാ കുഞ്ഞിക്കവള് വീർത്തിരിക്കുന്നേ? ആൻഷിയെ മടിയിലിരുത്തി അവൾ ചോദിച്ചതും ആ കുഞ്ഞിക്കവൾ ഒന്നുകൂടി വീർത്തു. ഇന്നേ പപ്പൂഷ് പാക്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ വന്നില്ലല്ലോ. കുഞ്ഞിച്ചുണ്ട് പുറത്തേക്ക് കുന്തിച്ച് ആൻഷി പറഞ്ഞതും റൂമിലേക്ക് ആർജവ് കയറി വന്നതും ഒരുമിച്ചായിരുന്നു. അവൻ്റെ വരവ് കണ്ടതും ആൻഷി അടവെടുത്തു. മമ്മൂഷേ, നമുക്ക് ഈ പപ്പൂഷിനെ വേണ്ട, വേറെ മതി. വേറെ നല്ല പപ്പൂഷ്. കുഞ്ഞിക്കണ്ണിറുക്കി പറഞ്ഞതും ഏകദേശം കാര്യം മനസ്സിലായതും ആരതി അവൾ കേട്ടുപിടിച്ചു. എനിക്കും വേണ്ടടി. നിന്റെ മമ്മൂസിൻ്റെ വയറ്റിൽ കുഞ്ഞുവാവയുണ്ട്, എനിക്കതിനെ മതി, നീ പൊക്കോ. ആർജവ് അവരുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞതും ആൻഷി ആരതിയുടെ ടോപ്പിൻ്റെ ഉള്ളിലൂടെ വയറിൽ തൊട്ട് ആരതിയെ നോക്കി. മമ്മയുടെ പൊന്നിന് എന്ത് കുഞ്ഞിനെ വേണ്ടേ? അനിയനെയോ അതോ അനിയത്തിയോ? ആരതി ചോദിച്ചതും ആൻഷി ഒന്ന് ആലോചിച്ചു. എനിക്ക് അനിയനും വേണം, അനിയത്തിയും വേണം. ദൈവമേ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇതിൻ്റെ ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ. തൽക്കാലം നിങ്ങൾ രണ്ടുപേരും റെഡിയാവും, നമുക്ക് പാർക്കിൽ പോവാം. ആർജവ് പറയുന്നത് കേട്ടതും ആൻഷിക്ക് സന്തോഷം കൊണ്ട് ആർജവിനെ കെട്ടിപ്പിടിച്ചു. മറി കൈകൊണ്ട് ആരതിയും നമുക്ക് ഈ പപ്പുശേനെ മതി മമ്മി എന്ന് പറഞ്ഞതും ആർജവ് രണ്ടിനെയും തുറപ്പിച്ചു നോക്കി. രണ്ടുപേരെയും തന്നോട് ചേർത്ത് പിടിച്ചു. അവർക്കിടയിലെ പുതിയ അതിഥിയെ വരവേൽക്കാൻ അവർ മൂവരും തയ്യാറായി.